മോശം കാലത്താണ് ഇന്ത്യയുടെ ഓഹരി വിപണികൾ. കോവിഡിന് ശേഷം ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടം കാണിക്കുന്ന ആദ്യ വർഷമാണിത്. 2024 ഒക്ടോബർ മുതലാണ് വിദേശ നിക്ഷേപകർ വിപണി വിടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായുള്ള പ്രതിസന്ധിയാണ്. ഈ വിപണി ഇനി തിരിച്ചു കയറാൻ പലിശ നിരക്കുകൾ താഴണം, യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ അവസാനിക്കണം, അമേരിക്ക ശത്രുതാപരമായി ഏർപ്പെടുത്തിയ തീരുവകൾ താഴ്ത്തുകയും വേണം, വിസ നിയന്ത്രണങ്ങളും അവസാനിക്കണം. ഇവയിൽ ചിലതെല്ലാം സാധ്യമായേക്കും. എന്നാലും എല്ലാം സമീപഭാവിയിൽ നടക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ രൂപയുടെ കരകയറ്റം ഏറെ ശ്രമകരമാണ്. ആഗോളമായി രൂപ തല താഴ്ത്തി നിൽക്കുന്നിടത്തോളം കാലം രാജ്യത്തിന്റെ ക്രയശേഷിയും താഴ്ന്നു നിൽക്കും. അത് നമ്മുടെ പാടങ്ങളെയും പറമ്പുകളെയും പണിയിടങ്ങളെയും ബാധിക്കും. രൂപയെ ശക്തിപ്പെടുത്തണമെങ്കിൽ വലിയ തോതിൽ കയറ്റുമതി നടക്കണം, ഇറക്കുമതി കുറയണം, നിക്ഷേപകർ കൂട്ടമായി ഇന്ത്യയിലേക്ക് എത്തണം. ഓഹരി വിപണിയിൽ മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളിലും വിദേശ നിക്ഷേപം ഉണ്ടാകണം. പുറമേ നിന്ന് പണം ഒഴുകിയാൽ മാത്രമേ ഇനി രൂപ തല ഉയർത്തൂ. അതിനുള്ള ശ്രമങ്ങളൊന്നും വിപണിയിൽ ദൃശ്യമാകുന്നില്ല എന്നതാണ് ദുഃഖകരം.